ഹായ് ഗൈസ്, ഐ എം ബാക്ക്. നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അധിക ഗോസ്റ്റ് വീഡിയോ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഈ വൈറ്റ് ആണ് ഇടുന്നത്. ഞാൻ ശരിക്കും മനഃപൂർവ്വം ഇടുന്നതല്ല, എങ്ങനെയെങ്കിലൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് ഈ വൈറ്റ് ആയിരിക്കും ഗോസ്റ്റ് റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇടുന്നത്. അത് എന്തുകൊണ്ടാ? ഞാനിത് പെട്ടെന്ന് ഇപ്പൊ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പേ വെറുതെ ചിന്തിച്ചതാണ്. എന്തുകൊണ്ടോ ഞാൻ ഈ ഗോസ്റ്റ് റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് മാത്രം എന്റെ ഈ വൈറ്റ് ആ ദിവസം കറക്റ്റ് ഇടുന്നതെന്ന് എനിക്കറിയില്ല. അതെന്തെങ്കിലും ആട്ടെ. നോർമലി ഈ ഗോസ്റ്റിനെ ക്യാമറയിൽ കാണൂല ഈ സാധനത്തിന്. ഇന്നേ വരെ അത്ര അൾട്രാ ക്ലിയറിൽ ഒരു ഗോസ്റ്റിനെ ക്യാമറയിൽ കണ്ടിട്ടുള്ള വിഷ്വൽസ് നമ്മളെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഉള്ളതിൽ വെച്ചിട്ട് അത്യാവശ്യം ഗോസ്റ്റാന്ന് തിരിയുന്നേ, അതായത് പ്രേതം ഉണ്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള കുറച്ച് ക്ലിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നമുക്ക് ഇനി എപ്പിസോഡ് വരുന്നുണ്ടല്ലോ, അതിൽ നമുക്ക് ഇതിനും ബെസ്റ്റ് എടുക്കാം. പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നോമ്പിന് മുമ്പെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. റമദാൻ മാസം കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ വരാൻ. അതെനിക്കറിയില്ല കേട്ടാ. എന്തായാലും ഈ റമദാൻ മാസത്തിലാണ് പിശാചുക്കളും ജിന്നുകളും പ്രേതങ്ങളും കൂടുതലായിട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ചോ. രണ്ടാൾക്കാർ മറ്റേ സൈക്കിളും കൊണ്ട് ഈ ട്രക്കിങ് എന്തോ പറയായിരുന്നു ഇതിന്. ഒരു കൂട്ടം ആൾക്കാർ ഈ നൈറ്റ് സൈക്കിള് കാട്ടിൽ കൂടെ ഓടിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ഈ മലേന്റെ മുകളിൽ കൂടെ ഓടിക്കുന്നത്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് പ്രാന്തന്മാരുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഇത്. ഇവർ രാത്രി കാട്ടിൽ കൂടെ എന്തിനോ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവർ പോകുന്ന പോക്കില് ഒരു പ്രേതത്തിനെ കാണുന്നുണ്ട്. എന്റെ കയ്യിലുള്ള വിഷ്വൽസ് ഒക്കെ അത്യാവശ്യം പ്രേതത്തിനെ കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോ, മിസ്സായി പോകണ്ട സാധനത്തിനാ. ഓക്കെ, സൈക്കിളും കൊണ്ടിതാ പോവാണേ. നിങ്ങൾ സൈഡിൽ കണ്ട പെട്ടെന്നൊരു വെള്ള സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ സ്ലോ മോഷനിൽ ഇട്ട് നോക്കുകയാണെങ്കിൽ ലൈക്ക് അത് ഫുള്ളായിട്ട് സ്ക്രീനിൽ ഇല്ല. അവന്റെ ക്യാമറയിൽ അവൻ നോക്കിയ ഡയറക്ഷനിൽ കണ്ട ഗൈസ് ഒരു വൈറ്റ് സാധനം. പിന്നെ ഇല്ല, ഇങ്ങോട്ടേക്ക് നോക്കിയാലോ പിന്നെ ആ സാധനത്തിന് അവൻ കണ്ടിട്ടില്ല. അത് അവിടെ ഇല്ല. കാട്ടിൽ എന്തായാലും ഓന്റെ വെല്ലുപ്പാനെ മങ്ങലൊന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ആടെ എങ്ങനെ പ്രേതം വന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ല. ആരെങ്കിലൊക്കെ കൊന്നിട്ട് കുഴിച്ചുമൂടിയ സ്ഥലമായിരിക്കും, അതിന്റെ ആത്മാവായിരിക്കും മേ ബി. എന്നാൽ ഇവന്മാരൊന്നും ചെയ്തിട്ടൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. സൈക്കിൾ എടുത്ത് പോകുന്നേരം പെട്ടെന്ന് ക്യാമറക്കുള്ളിൽ ക്യാപ്ചർ ആയി. എത്ര കാലത്തെ മുമ്പുള്ള വിഷ്വൽസ് ആണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വീഡിയോസ് എടുക്കുന്നു, പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു, എന്നിട്ട് നമ്മളതങ്ങ് വിടുന്നു. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട സംഭവങ്ങളൊന്നുമല്ല. ഞാൻ ചെയ്യത്തൊന്നുമില്ല ഇമാതിരി കാര്യങ്ങളൊന്നും. ഇതേതോ ഓർഫണാന്നാണ് പറയുന്നത്. ഓർഫണിലെ കുട്ടികളൊക്കെ ആണെന്നാണ് പറയുന്നത്. ലൈക്ക് നിങ്ങൾ കണ്ണാടിന്റെ ഉള്ളിൽ കൂടെ കണ്ട ഒരു ഫേസ്. അതുകൊണ്ടാ നിങ്ങൾക്ക് പ്രേതത്തിനെ ഞാൻ അത്യാവശ്യം റിയൽ ആയിട്ട് കാണുന്ന സാധനത്തിന് നോക്കി എന്റെ കണ്ണൊക്കെ നോക്കി. അവിടുത്തെ പാത്രം കലർന്ന് അടിച്ചു വരുന്ന പെണ്ണുങ്ങൾ വല്ലതും വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എന്താണ് ഈ എടുക്കുന്നതെന്നുള്ള രീതിയിൽ ജനലിന്റെ ഉള്ളിൽ കൂടെ നോക്കിയതായിരിക്കാം. എന്നാൽ കൂടി ആ ഒരു നോട്ടം ഒരുമാതിരി വിയേർഡ് സംഭവമാണ്. ഫേസ് ഭയങ്കര സ്കേറി ആണ്. ഗോസ്റ്റിന്റെ ഫേസ് ആക്ച്വലി സോംബിയുടെ പോലത്തെ ഫേസ് അല്ല. ഗോസ്റ്റിന്റെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ടാരത്തിന് മര്യാദയ്ക്ക് കാണാത്തത് കൊണ്ട് ഇതിന്റെ ഫേസ് എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല. സോംബീസിന് സാധാ മനുഷ്യന്മാരെ വല്ലല്ലായിരിക്കും, ഈ ഗോസ്റ്റിന് മനുഷ്യന്മാരെ വല്ലായിരിക്കും. അവർക്ക് കുറച്ചുകൂടി മൂർച്ചയൊക്കെ ഉണ്ടാവും. ഈ ചോരൊക്കെ കുടിക്കണമെങ്കിൽ ഇങ്ങനെ കടിച്ചാൽ മുറിയണം പെട്ടെന്ന്. അത് കുറച്ചുകൂടി കൂർത്തയില്ലായിരിക്കും. പിന്നെ അവരെ സ്കിന്ന് ഭയങ്കര വൈറ്റ് ആയിരിക്കും. അതെനിക്കറിയാം. സോംബീസിനെ അങ്ങനെയായിരിക്കും. സോംബീസ് ഫുള്ള് ചുക്കിച്ചൊളിഞ്ഞ് പണ്ടാരടങ്ങിയായിരിക്കും. ഈ ഗോസ്റ്റ് ഏകദേശം ചുക്കിച്ചൊളിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ എങ്കിൽ വൈറ്റ് ആയിരിക്കും സ്കിന്ന്. ഐ മീൻ പൗഡറൊക്കെ പെരട്ടിയ പോലത്തെ ഒരു ഇത്. അല്ലാണ്ട് മറ്റേ വെളുത്ത് തൊടുത്ത് സുന്ദരക്കുട്ടപ്പനായ പ്രേതം നല്ല ഉദ്ദേശിച്ചു. പ്രേതത്തിൽ തന്നെ കുറെ വിഭാഗം ഉള്ളത് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെയൊക്കെ ഫേസ് എങ്ങനെയാന്ന് ഞാൻ പഠിച്ചോന്നറിയാം, എനിക്കറിയാം. ഇതെവിടെ പൂട്ടിയിട്ട് ഒരു ചർച്ച് ഒരു സംഭവമാണ്. ഇവിടെ ഫുള്ള് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റേ എന്തൊക്കെയോ ബ്ലാക്ക് മാജിക് ടൈപ്പ് ഓഫ് നിഗൂഢമായ മറ്റേ ഇതൊക്കെ ഇല്ലേ, ലൂസിഫറിന്റെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ടൈപ്പ് ഓഫ് നടന്നിട്ട് ആൾക്കാരെ ബലി കൊടുക്കുക, ചെകുത്താന്മാർക്ക് ബലി കൊടുക്കുന്നത്, ആൾക്കാരൊക്കെ കൊല്ലുന്നത്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് എന്തോ ഒരു ചർച്ചായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിന്റെ ഈ ചർച്ച് അത് ആൾക്കാർ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് അവിടെ കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന രീതിയിൽ അത് മൊത്തത്തിൽ അടച്ചുപൂട്ടി. അതിന്റെ ഒരു ഗ്യാപ്പിൽ കൂടെ ഒരുത്തെ ക്യാമറയും കൊണ്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സംഭവം കാണാം. നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബി കെയർഫുൾ ദെയർ മാൻ. ഓക്കെ, ഇതിന്റെ ഉള്ളിലേക്കാണ്. ഇത് നല്ല അടിയിലേക്ക് അണ്ടർഗ്രൗണ്ട് ഒക്കെ പോലെയാണ്. കുറേ സ്പേസ് ഉണ്ട്. ലൈക്ക് ഇവിടെ കുറെ പെട്ടി കാണില്ലേ ഗൈസ്. നിങ്ങൾ ഇവിടെ ഒരു
ഒരു പെട്ടി ഓപ്പൺ ആയിട്ട് അവിടെ ഒരു കൈ നിങ്ങൾ കാണുന്നുണ്ട് ഗൈസ്, ചെറിയൊരു കൈ, പെട്ടെന്ന് വന്ന കൈയാണ്. അതായത് ഇവര് പോലും അത് കണ്ടിട്ടില്ല. അവിടെ വട്ടിട്ട് വെച്ചിന് കണ്ട ഒരു കൈ ഉണ്ട് ഗൈസ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മള് എക്സ്റേ ടൈപ്പ് എന്തോ ഒരു ടൈപ്പ് ഓഫ് ഒരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ ഇട്ട് നമ്മള് സ്കിൻ എപ്പോഴും ബ്ലാക്ക് കളറായിട്ട് കാണാൻ പറ്റും, ബാക്കിയൊക്കെ വൈറ്റ് ആയി. അവര് വീഡിയോ റെക്കോർഡ് ചെയ്ത് അവരെ ശ്രദ്ധിച്ചില്ല. വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബേഴ്സ് ആണ് പോലും ഈ സംഭവം എടുത്ത് കാണിച്ചത്. ഒരു കൈ കണ്ട. ആ വീഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റിയതാണോ എന്തൊക്കെയൊക്കെ ഡൗട്ട് ഉണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ആ കൈ ചെറുതായിട്ട് കാണാൻ പറ്റുന്നു. അതൊക്കെ എവിടുന്ന് എങ്ങനെ? ഇപ്പൊ നിങ്ങൾ ഉള്ളിൽ ചെറിയൊരു ഭയം വരുന്നുണ്ടാവും, ശരിക്കും പ്രേതം ഉണ്ടല്ലേ എന്നുള്ള രീതി. കാരണം ഉണ്ടടാ. ഓ ഓക്കെ 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 ഒരുണ്ട്. ഞാൻ എന്തിനാ ഇത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ തരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ കണ്ടിന്യൂ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. കുറച്ച് ആൾക്കാർ എവിടുന്നോ എവിടത്തേക്ക് റൂം മാറിയ സ്ഥലത്തിന്റെ അപ്പുറത്തേക്ക് എന്തോ ചർച്ച, മറ്റേ പള്ളിയുടെ മറ്റേ ഇതൊക്കെ ഉണ്ട്. ഐ മീൻ ഈ ക്രിസ്ത്യൻ ഈ ശവക്കുടിയിലെ കാര്യങ്ങളൊക്കെ ഉള്ള അതിന്റെ ഭാഗത്താണ് ഇവർ താമസിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അവിടെ നൈറ്റ് എന്തൊക്കെ സംഭവങ്ങൾ കണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ നിങ്ങൾ സൂക്ഷിച്ചൊക്കെയാണ് എന്തോ അവിടെ കുത്തുന്നതും എന്തോ ഒരു ജീവനെ പോലത്തെ സാധനം എത്തി നോക്കുന്നതും. ലൈക്ക് വിഷ്വൽസ് ക്ലിയർ അല്ല. അതിന്റെ കണ്ണ് കണ്ടായിരുന്നു, തിളങ്ങുന്നുണ്ടായിരുന്നു ഗൈസ്. ഇനി വല്ല കുറുക്കനാണോ വല്ല നായ്ക്കളൊക്കെ ആണോ എന്ന് അറിയൂല. എനിക്ക് അവര് രാവിലെ താഴത്തേക്ക് വന്നെന്നാണ് പറയുന്നത്. രാവിലെ അവരെ താഴത്തേക്ക് വന്ന് അതൊക്കെ അന്വേഷിച്ച് പിറ്റേ ദിവസം എന്താന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഗൈസ് നിങ്ങൾ അതൊക്കെ ഒരാൾ നിക്കുന്നുണ്ട, മറ്റേ എൻഡർമാനൊക്കെ പോലെ ഉണ്ട്. അതിന് മറ്റേ സൈറൻ ഹെഡ് ഒക്കെ പോലെ ഗൈസ് നിങ്ങളൊരു സാധനം അവിടെ നിക്കുന്നുണ്ടാ. ഓ മോനെ സാധനം അതിന്റെ മണ്ട. If you think that this is കൈ രണ്ട് താത്തി വെച്ചിട്ട് you can see the legs moving slightly as the camera pans away. ലൈക്ക് ശരിക്കും അതൊരു മനുഷ്യനെ പോലെ ഉണ്ടല്ലേ. ഓക്കെ ഗൈസ് ഒരു സാധനം അങ്ങോട്ടേക്ക് ഓടിപ്പോയിട്ടുണ്ട്, ബ്ലാക്ക് കളറിലാണ്. അതിന് ബാക്കിൽ തന്നെ ഓടിപ്പോവാണ് കേട്ടോ അതിനെ പിടിക്കാൻ വേണ്ടിട്ട്. Be one terrifying. പോന്നണ്ട സാധനം. ഈ വീഡിയോ കണ്ടിട്ട് ഒരു ഫേക്ക് ആയിട്ടാണ് തോന്നുന്നത്. കാരണം പ്രേതൊക്കെ ഒരുമാതിരി മനുഷ്യന്മാർ ഓടുന്ന പോലെ കൈയൊക്കെ വീശിട്ടൊക്കെ ഓടുന്നത്. ഇത് കുറച്ച് സസ്പീഷ്യസ് കുന്നംകുളം സാധനമാണ്. കുറച്ചുകൂടി പ്രീ പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോ പോലെ തോന്നുന്നത്. കാരണം ഇവർക്ക് അത്രയും ഫെസിലിറ്റി ഉണ്ടായിട്ട് അത്രയും ക്യാമറ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിനെ മര്യാദക്ക് ക്യാപ്ചർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സസ്പീഷ്യസ് ആണ്. ഇതാണ് മോനെ സീന് സാധനം. ഒരുത്തന്നെ എവിടെയോ പോയതാന്നേ. അതിന്റെ മണ്ടക്ക് ഗൈസ് കണ്ട അതിന്റെ കൊമ്പൊക്കെ ഉള്ള കാളേനിട്ടുള്ളൊരു സാധനം. അതിന്റെ കണ്ണൊക്കെ നോക്കടാ, അതിന്റെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് അടിച്ചിട്ട് തിളങ്ങുന്നുണ്ട്. ബിഗ് ഫൂട്ടൊക്കെ ഇല്ലേ അതൊക്കെ പോലത്തെ എന്തോ സാധനം. ഇത് പ്രേതായിരിക്കും, ഇത് ക്രീച്ചർ. മറ്റേ ഈ സാത്താന ബലി കൊടുക്കുന്ന മറ്റേ കുറെ ടീംസ് ലൂസിഫർ ടൈപ്പ് ഓഫ് അല്ല അവര് ആരാധിക്കുന്ന ഇതിൽ ഇങ്ങനത്തെ തന്നെ പിക്ചേഴ്സ് ഒക്കെ കാണും. കൊമ്പൊക്കെ ഉള്ള ഒരു മനുഷ്യനെ പോലെ, ഇവർക്ക് 4 കാലുണ്ട്. അങ്ങനത്തെ ഒരു എന്തോ ഒരു സാധനമാണ്. ഇത് ഹ്യൂമണോയിഡ് ആണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. സാധനം കുറച്ച് സീനാണ് കണ്ടിട്ട്. ഇത് ഒരു പെണ്ണുങ്ങള് വെള്ളച്ചാട്ട ക്യാമറ എടുത്തോണ്ടിരിക്കും. ഇത് എനിക്ക് ഭയങ്കര എങ്ങനെ കഴിച്ച് ഇത് നോക്കിക്കോളെ. നിങ്ങൾ അവിടെ കണ്ട ഒരു ബ്ലാക്ക് കളർ ഒരു മനുഷ്യനെ പോലത്തെ ഒരു സാധനം. അപ്പം തന്നെ അത് പോവും ചെയ്ത്, ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് അപ്പം തന്നെ അത് പോവും ചെയ്ത്. അത് കണ്ട. അതായത് ഇല്ല പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം വന്ന് ഒരു മനുഷ്യന്റെ രൂപം then അത് പോയി. ഒരു ഹ്യൂമനോയിഡ് ആണെന്നാണ് പറയുന്നത്. ആ വീഡിയോ കുറെ ആൾക്കാർ കമന്റും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അതിന്റെ ഒരു ഹ്യൂമനോയിഡ് ആണ്. പിന്നെ ഗോസ്റ്റ് ആണെന്നും കുറെ ആൾക്കാർ പറയുന്നത്. കാരണം ഹ്യൂമനോയിഡ് ആണെങ്കിൽ അവർക്ക് അറിയാലോ ബോഡി ഉണ്ട്. ഈ ഗോസ്റ്റ് ആണെങ്കിൽ ബോഡിയുടെ രൂപത്തിലേക്ക് ആയി അപ്പം തന്നെ അത് വാനിഷ് ആയി പോകാനുള്ള കഴിവൊക്കെ ഉള്ളതാ. അത് ഗോസ്റ്റ്. ഹ്യൂമനോയിഡിന് അങ്ങനെ ഹ്യൂമനോയിഡ് എവിടെയൊക്കെയല്ല ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആണ് അറിയാൻ പറ്റിയത്. എനിക്ക് ഇതിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തിനാണ് നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളെ പറ്റി കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കണ്ടങ്ങ് വിടാം. റമദാൻ മാസമാണ്, എല്ലാവരും കരുതിയിരുന്നു. ഗൈസ് ഇത് കണ്ട ഈ ക്ലിപ്പ് ഗൈസ് നിങ്ങൾ നോക്ക്. ഇത് റിയൽ നല്ല ക്വാളിറ്റിയിലാണ്.
ഒരു ബ്ലാക്ക് ഫോഗ് ഉണ്ട് ഗൈസ്, ഒരു ബ്ലാക്ക് ഷാഡോ. ഇത് ഗോസ്റ്റാ. ഇങ്ങനെയായിരിക്കും ഗോസ്റ്റ് ഉണ്ടാകുന്നത്. ഗോസ്റ്റിന് ഈ രൂപം എന്തുവാണെങ്കിലും മാറാൻ പറ്റും. ഇതെങ്ങനെ ഇവർ ക്യാപ്ചർ ചെയ്ത്? ഇതിന്റെ ബാക്കി എവിടെ കിട്ടും? ഇത് ആര് ക്യാപ്ചർ ചെയ്ത്? ഇതൊക്കെ എങ്ങനെ ഇത്ര ധൈര്യത്തിൽ ഇങ്ങനെ ക്യാമറയും പിടിച്ചിരുന്ന് ക്യാപ്ചർ ചെയ്തത്? ഇതൊരു ചങ്ങായി വീട് മാറി വന്നതാണ്. ഓക്കെ, അവിടെ ഒരു രൂപയുണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഓക്കെ, മാറ്റിയവിടെ സാധനത്തിന് കാണുന്നില്ലേ? കട്ടിൻ്റെ അടി പോയി വിളിച്ചോന്ന് എനിക്കറിയില്ല. ഐ മീൻ പ്രേതമല്ല, ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ചെക്കനെ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്താണെങ്കിൽ ഈ സൈഡ് ആ സൈഡൊന്നും ഇല്ല കേട്ടാ. പെട്ടെന്ന് തന്നെ അവനെ കാണുന്നില്ല. മേ ബി ഗോസ്റ്റ് ആവാം, മേ ബി അല്ലാതിരിക്കാം, മേ ബി ക്രിയേറ്റ് ചെയ്തതായിരിക്കാം. ഇതൊരു പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിക്ക് ഏതോ ഒരുത്ത ക്യാമറയും കൊണ്ട് പോകുന്നത്. ഇവരൊക്കെ എന്തിനാ? ഇവരൊക്കെ പ്രാന്താണോ അല്ല ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ എന്തോ ഒച്ച കേട്ട്. ഏയ് വല്ലതാണ് ഇത്? അല്ലടാ ഗൈസ്, നിങ്ങള് ഒരു കാല് പോകുന്ന കാണുന്നുണ്ടാ? ലൈക്ക് ഇവരത് ക്യാപ്ചർ ചെയ്തില്ലേ? രണ്ടാമത് വീഡിയോയിൽ നോക്കുമ്പോഴാണ് ആ സാധനം പോകുന്ന കാണുന്നതെന്ന് പറഞ്ഞത്. മറ്റേ ഒടിയൻ മറ്റേ ഐ മൂവിയിലെ വിക്രം മറ്റേ തലക്കകത്ത് കറുത്ത സംഭവം ഇങ്ങനെ ഇട്ടിട്ട് ഒടിഞ്ഞിട്ട് പോകുന്നില്ലേ? അതൊക്കെ പോലെ ഒടിഞ്ഞിട്ട് പോകുന്നു ഏതോ ഒരു പ്രേതം. ഓ, പെട്ടെന്ന് എന്തോ തെർമോക്കോൾ എങ്ങാനോ നീങ്ങി. ഞാനിങ്ങനെ തന്നെ എന്ത് കണ്ടിട്ട് അപ്പോൾ ഓടിപ്പോയിട്ട് നോക്കൂ. അപ്പം തന്നെ അധികം സ്ലോയിലൊന്നും പോകത്തില്ല. ഇപ്പം കൊള്ളാട്ടെ, പെട്ടെന്ന് ബാക്കും സൈഡും എല്ലാം തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ഒറ്റ ഡയറക്ഷനിലെല്ലാം നോക്കുന്നത്. ഇതെനിക്ക് ശരിക്കും ഉള്ളതാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. മേടിച്ച് പണ്ടാരം. എന്തേലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? തെർമോക്കോളല്ലേ ഫുള്ള്. ഇത് ഏതോ എടുക്കുന്ന വീടാണെന്നാ തോന്നുന്നു. ഒരുവിധം എന്റെ ഗോസ്റ്റ് വീഡിയോസ് കാണുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. ഇവന്മാരൊരിക്കലും കടിക്കൂല, പിന്നെ വേദനിപ്പിക്കത്തില്ല. ഇതിനിങ്ങനെ വന്നിട്ട് വെറുതെ പേടിപ്പിച്ചിട്ട് പോകുന്ന മാത്രമേ എല്ലാ വീഡിയോയിലും കണ്ടിട്ടുള്ളൂ. ചില ഗോസ്റ്റ് മാത്രമാണ് ചില ആൾക്കാരെ വലിച്ചു കൊണ്ട പോക്ക്, ഉന്തിയിടലി, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. മിക്ക ഗോസ്റ്റും പേടിപ്പിച്ച് പോകുന്നത്. നമുക്ക് ടൈപ്പ് ABCCBA. A ടൈപ്പ് ഓഫ് പ്രേതങ്ങളാണ് മനുഷ്യന്മാർ അറ്റാക്ക് ചെയ്യുന്നത്. B ടൈപ്പ് ഓഫ് പ്രേതങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വിസിബിൾ ആയിരിക്കും ആൻഡ് അവന്മാരെ അറ്റാക്ക് ഒന്നും ചെയ്യത്തില്ല, പക്ഷെ അവന്മാര് അറ്റാക്ക് ചെയ്യാനുള്ള പവർ ഉണ്ടാവും. ഇനി C ആണെങ്കിൽ ഇവരെ കാണാൻ ഭയങ്കര പണിയായിരിക്കും. ചില ഫോഗായിട്ടും ചില എന്താ പറയാ നീരാവിയെല്ലായിട്ട് ഇവരെ കാണാനേ ഉണ്ടാവില്ല. ഇവന്മാര് വെറുതെ പാരാനോർമൽ ആക്ടിവിറ്റീസ് മാത്രം ആക്കത്തുള്ളൂ. വന്ന് അതും ഇതെല്ലാം തട്ടി വീപ്പിക്കും, ഇതൊക്കെ എടുത്ത് വലിച്ചെറിയും. ആ ഒരു ടൈപ്പ് ഓഫ് ആണ് C ടൈപ്പ് ഓഫ്. ഈ A ടൈപ്പ് ഓഫ് പ്രേതങ്ങൾ ഭയങ്കര റെയർ ആണ്. ഈ B-യും C ആണ് കൂടുതലും കാണാൻ പറ്റുന്നത്. ഇത്രയും മരിക്കണ്ട എന്നുള്ള ആഗ്രഹത്തോടെ പകവെച്ചിട്ട് ചാവുന്ന ആൾക്കാരാണ് A ടൈപ്പ് ഓഫ് പ്രേതമായിട്ട് മാറാൻ. അമ്മാര് പ്രേതമായി പിന്നെ തീർന്നു മോനെ. ഓ മോനെ, അതിന്റെ മണ്ടക്കൂർ സാധനം നിൽക്കുന്ന നോക്കിയേ. ഓ, എനിക്ക് ഇവിടേക്ക് എന്തൊക്കെയോ ആവുന്നു. അവിടെ ഇത് മറ്റേ ഈ ഇന്തോനേഷ്യന് ഏതൊരു സ്ഥലത്ത് അവരൊരു ഇതുണ്ട്. അതായത് മരിച്ച ആളെ മൊത്തം ഇങ്ങനെ ഫേസ് മാത്രമായിട്ട് കാണിച്ചിട്ട് ബാക്കിയൊക്കെ ഇങ്ങനെ 5-6 കെട്ട് കെട്ടി തലേന്റെ മുകളിൽ കെട്ട് കെട്ടി കുഴിച്ച് ഇടുന്ന ഒരു സംഭവം. അവരെ ഇത്ര ദിവസം കഴിഞ്ഞാൽ കുഴിന്നെണീച്ച് വരുന്ന അങ്ങനെ എന്തൊക്കെയൊക്കെ ഒരു സംഭവം ഉണ്ട്. പ്രേതമായിട്ട് ചില വരുമ്പോഴും ചിലത് പ്രേതമായിട്ട് വന്നിട്ടില്ലെങ്കിൽ അവർ ആത്മാവിന് ശാന്തി കിട്ടി അങ്ങനെ എന്തൊക്കെയല്ലോ പറയുന്ന കേൾക്കുന്നുണ്ട്. അതിലുള്ള ഒരു സാധനമാണെന്നാണ് പറയുന്നത്. അത് എണീച്ച് നിൽക്കുന്ന ഒരു കോലം. It's a ghost from Indonesian folklore, said to resemble a person wrapped in a burial shroud. ഈ ഗോസ്റ്റിന് അതായത് മരിച്ച ആൾക്കാരാണല്ലോ ഗൈസ് പ്രേതമായിട്ട് മാറുന്നത്. അപ്പൊ ഈ പ്രേതമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതായത് പണ്ട് ഇവരാരായിരുന്നു, ഇവരെങ്ങനെയാ മരിച്ചത്, അതായത് മനുഷ്യനായിട്ട് ഇരിക്കുന്ന സമയത്തുള്ള ഒരു കാര്യം ഇവർക്ക് ഓർമ്മ ഉണ്ടാകത്തില്ല. അത് ഓൾമോസ്റ്റ് എല്ലാ തിയറിയിലും എല്ലാ കാര്യത്തിലും പറയുന്ന ഒരു സംഭവമാണ്. അത് പ്രകൃതിപരമായിട്ട് എന്തോ ചെയ്ത ഒരു അറിഞ്ഞു വെച്ച് ചെയ്ത ഒരു സിസ്റ്റമാണ്. കാരണം എന്നെ ഇപ്പൊ 2-3 ആൾക്കാരെ
കുത്തിക്കൊന്ന്, എന്നിട്ട് ഞാൻ ചത്തിട്ട് പ്രേതാവുന്നത്. ഇപ്പൊ എന്നെ കുത്തിക്കൊന്നത് എനിക്ക് ഓർമ്മ ഉണ്ടാവുമ്പോ ഞാൻ അവനോട് പ്രതികാരം ചെയ്യത്തില്ലേ, പ്രേതായിട്ട് പോയി ഇല്ലേ? അപ്പം പിന്നെ കുറെ ആൾക്കാർക്ക് എനിക്ക് പ്രതികാരം ചെയ്തുകൂടെ? ഫുള്ള് പോയിട്ട് അറിയുന്ന എല്ലാ ആൾക്കാരെയും. പിന്നെ അവർക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവന്മാർക്ക് ബുദ്ധി കിട്ടിയുള്ള അവസ്ഥ ആലോചിക്കേ. കടം കൊടുത്ത ആൾക്കാർക്ക് പൈസ തിരിച്ചു കൊടുക്കാത്ത ആ കാര്യങ്ങളിൽ ഓർമ്മ വന്നിട്ടുണ്ട്. എന്തായിരിക്കും അവസ്ഥ? മന്തി വാങ്ങിച്ചു കൊടുക്കാണ്ട് ഒറ്റക്ക് പോയിട്ട് നിന്നതിന്റെ പ്രതികാരമെല്ലാം ഉണ്ടാവുമല്ലോ എനിക്ക്. അതെല്ലാം വന്ന് തീർക്കൂല. നിങ്ങളെന്താ പറയുന്നേ? അതുകൊണ്ടാണ് ഈ പ്രേതങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് എണീച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബ്രെയിനും ബുദ്ധി ഓർമ്മയില്ല. നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം ഇല്ലേ? കുറച്ച് സമാധാനിക്കാം. നിങ്ങൾ സമാധാനിക്കണ്ട. നിങ്ങളുടെ അടുത്ത് കുശലം പറയാൻ ഒരു ദിവസം വരും. എന്നാലും ഈ നോമ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് കുശലം പറയാൻ വരും. കരുതിയിരുന്നോ? ഓഹോ ഒരു സാധനം ക്യാമറ കൂടെ ഓടി. ഞാൻ രാവിലെ എനിക്ക് തൂറാൻ വിട്ടിക്ക് ഞാൻ ഇങ്ങനെ ഓടാനി, ഒറ്റ ഓട്ടം ഓടാനി. To Misty, അതുപോലെ her ഓടിയത്. son arrived home only moments after the clip was ഷാഡോ recorded മാത്രം and claims he didn't see any. കങ്കാരുവിനെ പോലെയൊക്കെ ഉണ്ട്. കാട്ട് വന്നില്ലേ ഇവിടെ? ഒരു ചെറിയ കൊമ്പിളൊരു കാട്ട് വന്നി, അതിനെ പോലെ ഉണ്ട്. ഏതോ പ്രേതം തൂറാൻ മുട്ടിട്ട് ഓടിയതാ. പ്രേതങ്ങൾക്ക് തൂറണം എന്താ പറയുന്നത്? പിന്നെ ഇവര് തിന്നുന്നില്ലേ? തൂറണ്ട. അപ്പൊ ഞാനല്ലേ അപ്പയിടുന്ന കക്കൂസ് തന്നെയായിരിക്കും ചിലപ്പോ വന്നിട്ട് തൂറുന്നുണ്ട്. നമ്മള് കാണുന്നുണ്ടാവും. പ്രേതങ്ങളായാലും മനുഷ്യന്മാരെ തൂറാൻ മുട്ടിയ മോനെ സീന. തൂറാൻ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. തൂറിക്കഴിഞ്ഞാലേ ശബ്ദം കിട്ടുള്ളൂ. എവിടെയാ കക്കൂസുള്ള ആളെ ഓടണം. അത് പ്രേതമാണെങ്കിൽ ശരി, മനുഷ്യന്മാരാണ്, പൈസക്കാരാണെങ്കിൽ ശരി, പാവപ്പെട്ടാണെങ്കിൽ ശരി, തൂറാൻ മുട്ടിക്കിനെ തീർന്നു. ഇത് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.